ചൊല്ലുന്നു നാഥാ, നീ ചെയ്ത നന്മകൾക്കാ യോഗ്യനല്ല പാപിയാം ഞാൻ, മറ്റൊന്നും നൽകാനില്ല. യോഗ്യനല്ല പാപിയാം ഞാൻ, മറ്റൊന്നും നൽകാനില്ല. ആണിപ്പഴുതാലെന്നെ വീണ്ടെടുത്തു, സ്നേഹത്തണലാൽ ചേർത്തണച്ചു. ആണിപ്പഴുതാലെന്നെ വീണ്ടെടുത്തു, സ്നേഹത്തണലാൽ ചേർത്തണച്ചു. ആരാധന ആരാധന നാഥനാരാധന. ആരാധന ആരാധന നാഥനാരാധന. ആരാധന ആരാധന നാഥനാരാധന. നാഥനാരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശുപത്രി രോഗികൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ജയിലിൽ കഴിയേണ്ടി വരുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ലോകമെമ്പാടുമുള്ള ശിശുക്കൾക്ക് വേണ്ടി, ഹല്ലേലൂയ, ഓരോ കൊല്ലവും കൊല്ലപ്പെടുന്ന ഗർഭഛിദ്രത്താൽ കൊല്ലപ്പെടുന്ന 6 കോടി കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കന്മാരെയും സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഇനിയും ഈ തിന്മ ലോകമെമ്പാടും ബന്ധിക്കപ്പെടാൻ വേണ്ടി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായി പാപം ഇല്ലാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. 2 കൊരിന്ത്യർ 5:20. പാപമില്ലാത്തവനെ, പാപമറിയാത്തവനെ പാപമാക്കി മാറ്റി, പാപയാഗമാക്കി മാറ്റി. 1 യോഹന്നാൻ 2:2. എല്ലാവരും പറയുക. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. യെശയ്യാ 53-ാം അധ്യായത്തിൽ യേശുവിൻ്റെ യൗവനത്തെക്കുറിച്ച് ഒറ്റ വാചകം ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ സുന്ദരനായിരുന്നു, മനോഹരനായിരുന്നു. പെട്ടെന്ന് യെശയ്യാ കണ്ട ദർശനം മാറി. അയ്യോ, അവൻ ശരീരമാകെ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ശരീരം മുഴുവൻ തല്ലി ചതയ്ക്കപ്പെട്ടിരിക്കുന്നു, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നു. അവനൊരു പാപവും ചെയ്തിട്ടില്ല. അവൻ പീഡ അനുഭവിക്കുന്നത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ്. അവനേറ്റ അടികളാൽ നമുക്ക് രോഗശാന്തി ലഭിക്കുന്നു അത്രേ. അവനേറ്റ അടികളാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക്, ലോകാവസാനം വരെ ജീവിച്ചിരിക്കാൻ പോകുന്നവർക്ക് പാപമോചനം, രോഗശാന്തി, ആന്തരിക സൗഖ്യം, ജീവിത നവീകരണം, ഇതെല്ലാം യേശുവിൻ്റെ അനന്ത പീഡാസഹനത്തിൻ്റെ യോഗ്യതയാൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ലഭിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:1. ആകയാൽ
ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. കൈ ഉയർത്തി കൈയടിച്ച് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വലതുകരം ഉയർത്തുക. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. 1 പത്രോസ് 2:24. എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1 പത്രോസ് 2:24. 1 പത്രോസ് 2:24. അവൻ നമ്മുടെ പാപവും പാപത്തിന്റെ ശിക്ഷയും വഹിച്ചുകൊണ്ട് കുരിശിലേറി. അത് നാം പാപത്തോട് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം. അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം. അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം. ഒരിക്കലും ഒരു ക്യാൻസർ രോഗി ഈ വചനം മാത്രം ഒരു ദിവസം മുഴുവൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം. അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം. വൈകുന്നേരമായപ്പോഴത്തേക്ക് ക്യാൻസർ രോഗം പൂർണ്ണമായി സുഖപ്പെട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമേരിക്കയിൽ 1992 മുതൽ 34 പ്രാവശ്യം ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഒരു വേള 2-3 സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കുന്ന സ്ഥലത്ത് അവർക്ക് ചിക്കൻ പോക്സ് ഉണ്ടായിരുന്നു. അവസാനത്തെ സ്ഥലത്തെത്തിയപ്പോൾ എനിക്കും ആ ചിക്കൻ പോക്സ് പിടിപെട്ടു. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതുപോലെ ഞങ്ങൾ 3 പേർ ഒന്നിച്ചാണ് പോയിരുന്നത്. തിരിച്ചു പോരാൻ പറ്റുകയില്ല, ചിക്കൻ പോക്സ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തങ്ങി. അവിടെ അന്ന് ധ്യാനമന്ദിരം തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഒരു കെട്ടിടം വാങ്ങി ഒരു ചെറിയ ഹോള് ചാപ്പൽ പോലെ കപ്പേള പോലെ ഉപയോഗിക്കുന്നു. ആ കപ്പേളയിൽ കയറിയിരുന്ന് കാലത്ത് 10 മണി തൊട്ട് വൈകുന്നേരം 4 വരെ ഞാനൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു. യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാലത്തൊട്ട് വൈകുന്നേരം വരെ വലിയ ഒച്ചയിലല്ല, എനിക്ക് കേൾക്കാവുന്നത്ര രീതിയിൽ ഒച്ചയിൽ. വൈകുന്നേരമായപ്പോൾ 4 മണിയായപ്പോൾ എന്നെ കാണാൻ വന്ന് ഡോക്ടർ പറഞ്ഞു, അച്ഛൻ്റെ ചിക്കൻ പോക്സ് മാറിപ്പോയി കഴിഞ്ഞു. രോഗാണുക്കൾ എവിടെയോ പോയി മറഞ്ഞു. കാരണം കർത്താവിൻ്റെ സർവശക്ത വചനമാണ് ഞാൻ ഉച്ചരിച്ചുകൊണ്ടിരുന്നത്. ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും, എല്ലാവരും പറഞ്ഞേ, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം നൽകിയിരിക്കുന്നു, അധികാരം നൽകിയിരിക്കുന്നു. യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമ്മുടെ കൃഷികള് ഒരുപാട് തിന്നു നശിപ്പിക്കുന്ന രോഗാണുക്കളോ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ കൃഷിയുടെ അടുത്ത് 2, 3, 4 പേര് പോയിരുന്ന ഈ വചനം ആവർത്തിച്ച് പറയുക. കൃഷി നശിപ്പിക്കുന്ന ആ രോഗാണുപീഠകൾ നിർവീര്യമാകും. കാട്ടാനയും കാട്ടുപന്നിയും വന്ന് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ 3, 4 പേര് ഏതാനും ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ 3-4 ദിവസം കാലത്തും വൈകുന്നേരവും ഈ വചനം 3 പ്രാവശ്യം ഏറ്റു പറയുക. നമുക്ക് വചനം അറിയാമെന്ന് തിരിച്ചറിയുമ്പോൾ സാത്താൻ പിൻവാങ്ങും. നമ്മുടെ കൃഷി വിശക്കുമ്പോൾ തിന്നാൻ വേണമെങ്കിൽ നശിപ്പിക്കുന്നത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. യോഹന്നാൻ 10:10. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. നശിപ്പിക്കൽ പ്രക്രിയ സാത്താൻ്റെയാണ്. മദ്യപാനത്തിൽ സ്വയം നശിപ്പിക്കലും കുടുംബം നശിപ്പിക്കലും സമ്പത്ത് നശിപ്പിക്കലും ആരോഗ്യം നശിപ്പിക്കലുമുണ്ട്.
അതുകൊണ്ട് മദ്യപാനം സാത്താൻ്റെയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അത് ആദ്യമായിട്ട് മദ്യപിക്കുന്ന വ്യക്തികളിലേക്ക് ദുഃഖവും നിരാശയും, നിനക്കൊരു കഴിവുമില്ല, ഇനി ആർക്കും ഇഷ്ടമില്ല എന്ന നുണയെല്ലാം നിരന്തരം സാത്താൻ കുത്തിവെക്കും. എന്നിട്ട് ആ സാത്താൻ പറയും അല്പം ആശ്വാസത്തിന് അല്പം കുടിക്കുക. അതിലൂടെ ഒരു സാത്താന് പകരം പല സാത്താൻ അകത്ത് കയറും. നിരന്തരം ആ വ്യക്തിയെ, കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മദ്യപാനത്തിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ അതിനുതകുന്ന വചനം പറയണം. ലൂക്ക 1:15 എല്ലാവരും പറഞ്ഞ്. ലൂക്ക 1:15. അവൻ വീഞ്ഞോ അവൻ മറ്റു ലഹരി പാനീയങ്ങളോ കഴിക്കുമായിരുന്നില്ല. ഉത്ഭവത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവൻ നിറഞ്ഞിരുന്നു. യോഹന്നാനെ കുറിച്ച് പറയുന്നതാ. അവൻ വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ ഉപയോഗിക്കുമായിരുന്നില്ല. നമ്മളും ലഹരി പാനീയങ്ങൾ വെറുത്തുപേക്ഷിക്കണം. എഫേസോസ് 5:18 എല്ലാവരും പറഞ്ഞേ. എഫേസോസ് 5:18. നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ഉന്മത്തരാകരുത്. അതിൽ ദുരാസക്തിയുണ്ട്. ദുരാസക്തിയിൽ പിശാച് ഒളിച്ചിരിക്കും. നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മറിച്ച് ആത്മാവിനാൽ പരിപൂരിതരാകുക. വലതുകരം ഉയർത്തി. എഫേസോസ് 5:18. എഫേസോസ് 5:18. നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, അതിൽ പാപമുണ്ട്. പിശാച് ഒളിഞ്ഞിരിക്കും. നമ്മളെ ആക്രമിക്കും, നമ്മളെ തകർക്കും, നുണവചനങ്ങൾ കുത്തിവെക്കും. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കർത്താവ് രോഗശാന്തി നൽകുവാൻ നമ്മെ സന്ദർശിക്കുകയാണ്. ഏറ്റവും ആദ്യമായി തൻ്റെ അനന്ത സ്നേഹത്താൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം നൽകുന്നു. തിരുസന്നിധിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ പാപബന്ധനങ്ങളും പൈശാചിക പീഡകളും വിട്ടുപോകുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ തിരുവിഷ്ടമാണ്, ദൈവത്തിൻ്റെ പ്രിയ തിരുമനസ്സാണ്. ജോവേൽ പ്രവാചകനിലൂടെ അവിടെ നരളി ചെയ്തു, അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും. എൻ്റെ ആത്മാവിനെ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. വലതുകരം ഉയർത്തി. ജോവേൽ 2:28-32. ജോയേൽ 2:28-32. ജോവേൽ 2:28-32. ജോയേൽ 2:28-32. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും. എൻ്റെ ആത്മാവിനെ എല്ലാ ജഡത്തിന്റെ മേലും ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും. വചനപ്രഘോഷകരാകും. അവർ വചനപ്രേക്ഷിതരാകും. നിങ്ങളുടെ വൃദ്ധന്മാർ ദൈവരാജ്യത്തിന് വേണ്ടി എങ്ങനെ ദൈവരാജ്യം പണിതുയർത്തണം എന്നതിനു വേണ്ടി സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവ് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. വിട്ടുമാറാത്ത ജലദോഷത്തിൻ്റെ പീഡ, ശരീരത്തിൻ്റെ ഒരു വശത്ത് പുറം ഭാഗത്ത് വേദനയുള്ളവർ, അവരെ കർത്താവ് വിടുതൽ നൽകി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. സങ്കീർത്തനം 103:11 എല്ലാവരും പറഞ്ഞേ. സങ്കീർത്തനം 103:11.
ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. ഭൂമിക്കുമേൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കൈ ഉയർത്തി കർത്താവിന് നന്ദി പറയുക. കൈയടിച്ച് ദൈവം അനന്ത സ്നേഹമാണ്. യേശു അനന്ത സ്നേഹമാണ്. വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ അനന്ത സ്നേഹമാണ്, അനന്ത നന്മയാണ്, അനന്ത കരുണയാണ്. നമുക്കുള്ള എല്ലാ നന്മകളും അവിടുത്തെ ദാനമാണ്. നമുക്കുള്ള എല്ലാ നന്മകളും അവിടുത്തെ സൗജന്യദാനമാണ്. ആരോഗ്യം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, രണ്ട് കണ്ണുകൊണ്ട് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എല്ലാവരെയും. കണ്ണുകൾ, കാതുകൾ, കൈകാലുകൾ, ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഗ്രഹണശക്തി, ക്രിസ്തീയ വിശ്വാസം, യേശു ദൈവമാണെന്ന് തിരിച്ചറിയുന്ന വിശ്വാസം, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എല്ലാറ്റിലും ഉപരി പാപം ക്ഷമിക്കുന്നവനാണ്. യേശു നമ്മുടെ പാപപരിഹാര ബലിയാണ്, അനന്ത കരുണയാണ്. സങ്കീർത്തനം 86:6 എല്ലാവരും പറഞ്ഞേ. സങ്കീർത്തനം 86:6. സങ്കീർത്തനം 86:6. കർത്താവേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. കർത്താവേ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇവിടെ ഇന്ന് ഈ തിരുസന്നിധിയിലായിരിക്കാൻ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളന്ന് ദൈവത്തെ അന്വേഷിച്ച് ഒരു ധ്യാനം കൂടാൻ പോയിട്ടുണ്ടാവും. പതിവായി ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കൂടുതൽ ദൈവാനുഭവം നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബൈബിളിൽ പ്രത്യേകം നമ്മളെ സ്പർശിച്ചിട്ടുള്ള വചനങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ചേറ്റു പറയണം. അങ്ങനെ വചനം മനഃപ്പാഠമാക്കുന്ന ഒരു പ്രത്യേക കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കും. വചനത്തിലൂടെ പൈശാചിക പീഡകൾ കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുപോകും. മദ്യപാനം, പകവലി, വഴക്ക്, തെറിപറച്ചിൽ, ഇങ്ങനെയുള്ള പൈശാചിക പീഡകൾ വചനം പതിവായി അരമണിക്കൂർ വായിക്കുക, ഏറ്റുപറയുക. ആ കുടുംബത്തിൽ വിടുതൽ കിട്ടും. ഇന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കഴിഞ്ഞ 10-15 കൊല്ലമായി എന്നെ കാണാൻ, പ്രശ്നങ്ങൾ സംസാരിക്കാൻ വരുന്നവരോട് ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്. എന്നെ പ്രശ്നങ്ങൾ 2-3 മിനിറ്റ് പറഞ്ഞു കഴിയുമ്പോൾ 1 മണിക്കൂർ ആരാധനയുടെ മുമ്പിൽ ഇരുന്നിട്ട് വരിക. ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ. അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരുടെ മുഖത്തിന് മാറ്റമുണ്ട്. പൈശാചിക പിഴ വിട്ടുപോകുന്നു. പിന്നെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 3:1-2 ഒന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 3:1-2. കണ്ടാലും
കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് എത്ര വലിയ സ്നേഹം പിതാവ് നമ്മോട് കാണിച്ചത്. നമ്മോട് നാം കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ചിലർക്ക് തൊണ്ടയിൽ അസ്വസ്ഥത, കഫക്കെട്ട്, തൊണ്ടവേദന ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകം ആ തൊണ്ടവേദന മാറി, തൊണ്ടയിലെ അസ്വസ്ഥത മാറി. അവരൊന്ന് കൈവക്കി കാണിച്ച് ഒന്ന് തിരിച്ചറിയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത രോഗശാന്തി കർത്താവ് നൽകുന്നത് അത് ഒളിച്ചു വെക്കാനല്ല, സ്വന്തം പോക്കറ്റിൽ കൊണ്ടുപോകാനുമല്ല, അവസരം കിട്ടുമ്പോൾ എല്ലാം സാക്ഷ്യപ്പെടുത്താനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഹല്ലേലൂയ. തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈശോ അത്ഭുത സൗഖ്യം കൊടുക്കുന്നു. കൈ ഉയർത്തി കൈ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞേ. തോബിത്തിന്റെ പുസ്തകം 13:6 പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ, ഉച്ചത്തിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹൃദ്രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. കുർബാനയുടെ നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ കാലം മാറും ലോകം മാറും കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൾ കർത്താവിന്റെ പക്കലേക്ക് നീട്ടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ലോകം മുഴുവനും വേണ്ടി ലോകം മുഴുവനും വേണ്ടി സകല ജനപദങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ നിലവിളിച്ചെന്നോണം സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും
തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനത്തിന്റെ മേലും ദൈവമായ യേശുവേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ പിതാവിന്റെ പക്കൽ നിന്ന് വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവർ ഉയർക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ മരിച്ചവർ ഉയർക്കട്ടെ. തളർവാദ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. മാനസികമായി വൈകല്യമുള്ളവർക്ക് സൗഖ്യം ലഭിക്കട്ടെ. കുടുംബ തകർച്ചകളുടെ കർത്താവേ അങ്ങേ തിരുരക്തത്തിന്റെ കഴുകൽ നൽകണമേ. വിവാഹ ജീവിതം ഭാര്യാഭർത്തൃബന്ധ തകർച്ച ഈ സമയത്ത് കർത്താവേ നീ അവരെ തൊടണമേ. അവരുടെ മേൽ കൈകൾ വെക്കണമേ. പൈശാചിക പീഡകൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൈകൾ ഉയർത്തുക, അവനവന്റെ ശിരസിൽ വയ്ക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളും, കുടുംബ തകർച്ചകളും, എല്ലാ വ്യക്തിബന്ധ തകർച്ചകളും ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ കരസ്പർശനത്താൽ നീങ്ങിപ്പോകട്ടെ. സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട്, ഐശ്വര്യം കൊണ്ട്, ആനന്ദം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനവരങ്ങൾ കൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള അനേകായിരങ്ങളെയും അഭിഷേകം ചെയ്യണമേ, നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള അൾത്താരകളിൽ, തിരുസക്രാരിയിൽ, തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വന്ന് വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവൈക്യം നൽകി ഈ ലോകത്തിൽ വെച്ച് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. ദിവ്യ ശരീരം മാനവനായി നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യ നിറത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത